السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട STM കുടുംബത്തിലെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കമ്മ്യൂണിസവും വഹാബിസവും എന്ന ഒരു വിഷയമാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ തെരുവോരങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വിവാദമായ ഒരു വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസവും വഹാബിസവും എന്ന വിഷയം. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചൊരൽപ്പം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ചർച്ചകളൊക്കെ ഉണ്ടാവാൻ, ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല. ഈ അടുത്ത കാലത്ത് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വഖഫ് ബോർഡ് നിയമനം അത് PSCയിലൂടെ ആവാം എന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാവാൻ കാരണം. അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൈക്യവുമില്ലാതെ, ഒരനൈക്യവുമില്ലാതെ, ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ഒരു ഭിന്നിപ്പുമില്ലാതെ മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മഹാന്മാരായ ഉസ്താദുമാരെ അംഗീകരിച്ചുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തനതായ ശൈലിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹം നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ സമുദായത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതിരുന്ന ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ആദരിക്കേണ്ട ചിഹ്നങ്ങളെയും പ്രവർത്തനങ്ങളെയും പരിപാടികളെയും ആദരിക്കുകയും ഏതൊന്ന് അനാദരിക്കണമെന്ന് പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ അതിനെയൊക്കെ അനാദരിക്കുകയും ഏതൊക്കെ കഴിയൊഴിക്കണമെന്നും ഏതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നും പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൈയൊഴിക്കുകയും ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തുകയും ചെയ്തിരുന്ന ഒരു സമുദായം, ഒരു സമൂഹം നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ, ബഹുമാനത്തോടെ, സഹകരണത്തോടെ, സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന മുസ്ലിം സമുദായത്തിനിടയിൽ യാതൊരു ഭിന്നിപ്പോ പ്രശ്നങ്ങളോ ഉണ്ടാവാത്ത ഒരവസ്ഥയിൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു അനൈക്യസംഘം ഉണ്ടാക്കിയിട്ട്
ചിന്താഗതികളുമായി ഇവിടെ രംഗത്തിൽ പ്രവേശനം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം എന്നുള്ളത്. ആ വഹാബി പ്രസ്ഥാനം യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥാപക നേതാവാരാണെന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. അത് മറ്റാരുമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈത്വാനിന്റെ കൊമ്പാണ് എന്ന് വിശേഷിപ്പിച്ച മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബാണ് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നായകൻ. അതൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, 4 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കിയ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന ഒരു മനുഷ്യനാൽ നിർമ്മിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം എന്നുള്ളത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ള, കേവലം ചില്ലിക്കാശുകൾക്ക് വേണ്ടി, ചെറിയ ചെറിയ ഭൗതികമായ അധികാരങ്ങൾക്ക് വേണ്ടി, തന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം സമുദായത്തെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന ഭീകരവാദിയും തീവ്രവാദിയുമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എന്നത് നാം വിസ്മരിച്ചുകൂടാ. അന്നത്തെ നജ്ദ് മാത്രം ഭരിച്ചിരുന്ന ഒരു രാജാവിനെ സ്വാധീനിക്കുകയും സൗദി അറേബ്യ എന്ന് കാണുന്ന സൗദി അറേബ്യ, ആ സൗദി അറേബ്യ മുഴുവൻ താങ്കളുടെ കീഴിൽ ഞാൻ ആക്കിത്തരാം, ഞാനുമായി സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഔലിയാക്കളെയും സൂഫി പണ്ഡിതന്മാരെയും കൊന്നൊടുക്കി വഹാബിസം എന്ന തീവ്രവാദ ഇസത്തെ അംഗീകരിക്കാത്തവരെയൊക്കെ തുറുങ്കിലടക്കുകയും നാടുകടത്തുകയും കൊല്ലുകയും ചെയ്ത മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. ആ പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവരാൻ കെ മൗലവിയെ പോലെയുള്ള ആളുകൾ നടത്തിയ ഒരു ശ്രമമാണ് അനൈക്യ സംഘം എന്നൊരു സംഘം. അതും ബലം പോകുകയില്ല, അത് മുസ്ലിം സമുദായത്തിനിടയിൽ അംഗീകരിക്കപ്പെടുകയില്ല എന്ന് തിരിച്ചറിവിൽ നിന്നാണ് വഹാബികൾ തന്നെ അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ ലേഖനങ്ങളിലും പറഞ്ഞിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അത് വഹാബികളാൽ നിർമ്മിതമായതാണ് എന്ന്. അത് ചരിത്രപരമായും വസ്തുത തന്നെയാണ്. അത് വഹാബികളുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഐക്യസംഘം എന്ന പേരിൽ അനൈക്യസംഘം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന പേരിൽ മുസ്ലിം ലീഗ് എന്ന ഒരു പ്രസ്ഥാനത്തെ രൂപീകരിക്കുകയുണ്ടായി. അത് രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, നമ്മൾ മാത്രം രൂപീകരിച്ചാൽ, നമ്മൾ മാത്രമുള്ള ഒരു രൂപീകരണമായി കഴിഞ്ഞാൽ അതിനാളെ കിട്ടുകയില്ല, മുസ്ലിങ്ങളെ അതിന് കിട്ടുകയില്ല. കാരണം അവർ പണ്ഡിതന്മാരെ അംഗീകരിച്ചുകൊണ്ട്, സാദാത്തുകളെ ആദരിച്ചുകൊണ്ട്, സാദാത്തുകൾ പണ്ഡിതന്മാരും പറയുന്നത് എന്താണോ അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയ വഹാബി പ്രസ്ഥാനം കോഴിക്കോട് വലിയ വ്യാപാരിയും
വലിയ ജനസ്വാധീനമുള്ള, അതുപോലെ തന്നെ സയ്യിദുമായിട്ടുള്ള, സ്വാത്വികനായിട്ടുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും നിഷ്കളങ്കനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അതൊരു നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കിയവരുടെ ചതി മനസ്സിലാകാതെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ അത് വളർന്ന് പന്തലിച്ചു. അണിയറക്കുള്ളിൽ എന്താണോ ഇവർ ഉദ്ദേശിച്ചിരുന്നത് അതവർ നടപ്പിലാക്കാൻ തുടങ്ങി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അതിന്റെ അമരത്തേക്ക് വന്നപ്പോ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ, സുന്നി പണ്ഡിതന്മാരും സുന്നി പ്രവർത്തകരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ 90% വരുന്ന സുന്നികളും മുസ്ലിം ലീഗുകാരായി മാറി. ആ 90% വരുന്ന മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരായി മാറിയപ്പോ യഥാർത്ഥത്തിൽ വഹാബികൾ പിന്നിൽ നിന്ന് ഓടിച്ചിരിക്കുകയായിരുന്നു. കാരണം അവരുടെ കുടില തന്ത്രമാണല്ലോ ഈ വിജയം കണ്ടെത്തിയിട്ടുള്ളത്. ഏതോ ആവട്ടെ, അങ്ങനെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരികയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് അതിന്റെ പിൻബലത്തിലൂടെ അതിന്റെ മറപിടിച്ചുകൊണ്ട് സുന്നികളാകുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളുടെ വഖഫ് സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കുകയും കോഴിക്കോട് പള്ളിയടക്കമുള്ള, പട്ടാള പള്ളിയടക്കമുള്ള ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് വഹാബി പ്രസ്ഥാനം എന്നുള്ളത്. കാരണം നേതാവ് ചെയ്യുന്നതേ അനുയായികൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ തടലിൽ നിന്നുകൊണ്ട് സുന്നികളുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്ത ഈ വഹാബികൾക്ക് എങ്ങനെയാണ് വഖഫ് സ്വത്ത് സംരക്ഷണത്തിന്റെ പേരിൽ സമരം നടത്താൻ സാധിക്കുക? എങ്ങനെയാണ് അതിന് ഈ സംരക്ഷണം എന്ന പേര് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഭീസിനെതിരെ ഇവർക്ക് ഘോരഘോരം ഒച്ചയിടാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. കാരണം വഖഫ് സ്വത്തുക്കൾ 90% സുന്നികളുടേതാണ്. ആ 90% സുന്നികളുടേതായ വഖഫ് സ്വത്തുക്കൾ നശിപ്പിക്കാനും 90% വരുന്ന മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ വക്താക്കളെല്ലാം അവർ മുശ്രിക്കുകളാണ്, അവർ കാഫിറുകളാണെന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും ശബ്ദിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ. മഖബറുകളിൽ പോകുന്നത് ശിർക്കാണെന്നും മഖബറുകൾ തച്ചുപിടിക്കണമെന്നും അതുപോലെ തന്നെ ഒരുപാട് മഖബറുകൾ നാടുകാണി ചുരത്തിലുള്ള മഖബറുകൾ വരെ തച്ചുപിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് വഹാബി തീവ്രവാദികൾ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവർക്ക് എങ്ങനെയാണ് വഖഫ് സ്വത്തിന്റെ പേരിൽ, ആ സ്വത്ത് സംരക്ഷണത്തിന്റെ പേരിൽ ശബ്ദിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഇതൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം സുന്നികൾക്ക് ലഭിച്ചപ്പോ വഹാബികൾ വല്ലാതെ വിരളിക്കൊണ്ടു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന ഒരാള്
വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ അവനെ ചുമതലപ്പെടുത്തിയാൽ ഒരുപക്ഷെ വഹാബികളുടെ കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ കൊടുക്കലാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ വിരൽ മൂടിയിട്ടുള്ള വഹാബികൾ, വഹാബി തീവ്രവാദികൾ, വഹാബി ഭീകരവാദികൾ ഇന്ന് സുന്നികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സുന്നി പണ്ഡിതന്മാർ വെള്ളപൂശുകയും ചില സുന്നി പണ്ഡിതന്മാരെ താറടിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, നാം ആലോചിക്കേണ്ടതുണ്ട്. നാം ഒരിക്കലും അവരുടെ കെണിവലകളിൽ പെട്ടുപോകരുത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് അക്ബർ എന്ന് പറയുന്ന ഒരു ചങ്ങാതി, ആ ചങ്ങാതിയുടെ പണിയുണ്ടായിരുന്നു സ്നേഹ സംവാദം എന്ന പേരിൽ മറ്റു മതസ്ഥരുമായി വളരെയേറെ സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന, പരസ്പരം വിട്ടുവീഴ്ചകളും പരസ്പര സഹായങ്ങളും പരസ്പര ആദരവുകളും കൊടുത്തിരുന്ന, ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, അവർക്കിടയിൽ ചിത്രതയുണ്ടാക്കാൻ വേണ്ടി, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അവർക്കിടയിൽ വെറുപ്പിന്റെ വിത്ത് പാകാൻ വേണ്ടി, അവർക്കിടയിൽ ഉദ്ദേശത്തിന്റെ വിത്ത് പാകാൻ വേണ്ടി സ്നേഹ സംവാദം എന്ന പേരിൽ ഒരു ശത്രു സംവാദം ഉണ്ടാക്കി. ഈ ശത്രു സംവാദം ഉണ്ടാക്കിയിട്ട് എന്താണ് ഈ അക്ബറും കൂട്ടരും ചെയ്തിട്ടുള്ളത്? മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ അവഹേളിക്കുകയും തരം താഴ്ത്തുകയും മികയ്ക്കുകയും ചെയ്തു. ഒരിക്കലും ഇസ്ലാം മതം അനുവദിക്കുന്നില്ല. ഇസ്ലാം പാടെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണോ ആ പ്രവർത്തനങ്ങളാണ് സ്നേഹ സംവാദത്തിലൂടെ ഈ അക്ബർ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതോ ആവട്ടെ, അത് കൂടുതൽ നീണ്ടുപോകുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ അയാൾ തീവ്രവാദം പ്രചരിപ്പിച്ചവരാണ് എന്ന ബോധ്യം ഉണ്ടായതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടോ? വഹാബികൾ മൊത്തത്തിൽ തീവ്രവാദികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഭീകരവാദികളാണ്. അതുകൊണ്ടാണ് ലിബിയയിലും യമനിലും അതുപോലെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങൾക്ക് കാരണം സലഫിസമാണ്. സലഫിസം എന്ന ഭീകരവാദ ഇസമാണ്, തീവ്രവാദ ഇസമാണ് ഇന്ന് പല മുസ്ലിം രാഷ്ട്രങ്ങളും അധപ്പതിക്കാൻ കാരണം, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണമെന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. ഇത് വളരെ വ്യക്തമായി അറിയാവുന്ന റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വളരെ നന്നായി അറിയാം. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രേരണകൾക്ക് വഴങ്ങിയോ അല്ലാതെ അദ്ദേഹം പല കാര്യങ്ങളും പറയുകയുണ്ടായി. വഹാബി പ്രസ്ഥാനത്തിന് അനുകൂലമാകുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയ വിമർശനം നടത്തിയപ്പോ അദ്ദേഹം അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും അത് ഫലമായി വഹാബിസം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം കൂടുതൽ സമയം കണ്ടെത്തുകയും അങ്ങനെ സമയം കണ്ടെത്തിയതിന്റെ ഫലമായിട്ട് കമ്മ്യൂണിസത്തേക്കാൾ അപകടകാരികളാണ് വഹാബിസം, വഹാബി തീവ്രവാദിസം, വഹാബി ഭീകരവാദികൾ എന്ന് അദ്ദേഹം അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. നമുക്കത് പണ്ടേ ബോധ്യമുള്ളതാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ കുറച്ച് വൈകി എന്ന് മാത്രമേ ഉള്ളൂ. ഏതോ ആവട്ടെ, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതോ ആവട്ടെ, അദ്ദേഹം അതിനുശേഷം ശക്തമായി ആഗ്രഹിച്ചു, ഞാൻ മുമ്പ് വഹാബികൾക്ക് വളമേകുന്ന തരത്തിൽ
എന്ന വസ്തുത അദ്ദേഹം ജനസമൂഹത്തോട് തുറന്നു പറഞ്ഞു. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആദ്യം റഹ്മത്തുള്ളാ ഖാസിമി വലിയ പണ്ഡിതനായും വലിയ മഹാനായും റഹ്മത്തുള്ളാ ഖാസിമി ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനായും കരുതിയിരുന്ന അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വാനോളം പുകഴ്ത്തിക്കൊണ്ടിരുന്ന വഹാബി തീവ്രവാദികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? അദ്ദേഹത്തെ തെമ്മാടി എന്ന് പരസ്യമായി വിളിക്കുകയാണ്. അദ്ദേഹത്തെ തെമ്മാടി എന്ന് പരസ്യമായി വിളിക്കുകയാണ്. അദ്ദേഹത്തെ കള്ളൻ എന്ന് പരസ്യമായി വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, വിളിക്കുന്നത് ആരാണെന്ന് നോക്കണം. നമുക്കറിയാം, പലപ്പോഴും സുന്നി പണ്ഡിതന്മാര് മഹാനായ ശൈഖുനാ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള സമസ്തയുടെ ആലിമീങ്ങളെ ഇകഴ്ത്തുകയും പരസ്യമായി തെറിയഭിഷേകം നടത്തുകയും പരസ്യമായി അവഹേളിക്കുകയും ചെയ്ത വഹാബി പ്രസ്ഥാനത്തിന്റെ അനുയായികൾ അവരല്ല കള്ളനെന്ന് വിളിച്ചത്, അവരല്ല തെമ്മാടി എന്ന് വിളിച്ചത് അവരുടെ ജമിയത്തുൽ ഉലമയുടെ വഹാബി പ്രസ്ഥാനത്തിന്റെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി ഇന്ന് വാണുകൊണ്ടിരിക്കുന്ന ഹനീഫ കായക്കുടി എന്ന് പറയുന്ന വഹാബി നേതാവായ അദ്ദേഹം ഇങ്ങനെ പറയണമെങ്കിൽ അനുയായികളുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലം വരെ റഹ്മത്തുള്ളാ ഖാസിമി മൂത്തയുടെ ഉസ്താദ് അവരുടെ വാനോളം പുകഴ്ത്തുകയും വലിയ മഹാനായ സാത്വികനായ പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്തിരുന്ന ഈ ഹനീഫ കായക്കൊടി അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് ഇപ്പോൾ ആ ഹനീഫ കായക്കൊടിക്കും അനുയായികൾക്കും അതുപോലെ മറ്റു വഹാബി പ്രസ്ഥാനത്തിലുള്ള അനസ് മൗലവി അടക്കമുള്ള ആളുകൾക്കും എന്തുകൊണ്ട് റഹ്മത്തുള്ളാ ഖാസിമി മൂത്തയുടെ തെമ്മാടിയായി, എന്തുകൊണ്ട് കള്ളനായി? അത് മറ്റൊന്നുമല്ല അദ്ദേഹം വഹാബി ചരിത്രം പഠിക്കുകയും വഹാബി ആശയങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അത് ജനങ്ങളോട് തുറന്നു പറയുകയും അത് ഭീകരവാദ പ്രസ്ഥാനമാണ്, അത് തീവ്രവാദ പ്രസ്ഥാനമാണ്, അത് ഇന്ത്യ രാജ്യമെന്ന മഹത്തായ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ലാത്തൊരു പ്രസ്ഥാനമാണ്, അത് മുസ്ലിമീങ്ങൾക്കിടയിലും അതുപോലെ അല്ലാത്തവർക്കിടയിലും അനൈക്യം സൃഷ്ടിക്കാൻ ഉപകരിക്കുകയുള്ളൂ, ഏകോദര സഹോദരങ്ങളായി കഴിഞ്ഞിരുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഇന്ത്യൻ സമുദായത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യ രാജ്യത്ത് അത് ഭിന്നിപ്പിന്റെ വിത്തുവാകാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് വഹാബി പ്രസ്ഥാനം ഇവിടെ നശിക്കുക തന്നെ വേണം. കാരണം അത് ഭീകരവാദ പ്രസ്ഥാനമാണ്, അത് സമാധാനത്തിന്റെ പ്രസ്ഥാനമല്ല, അത് സമാധാന വാഹകരുമല്ല. അവർ യഥാർത്ഥ ഇസ്ലാമിനെ പൊടിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി, യഥാർത്ഥ ഇസ്ലാമിനെ ജനസമൂഹത്തിലിട്ടുകൊണ്ട് അത് ക്ഷോഭിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ അച്ചാരം വാങ്ങിയിട്ട് നടക്കുന്നവരാണ് എന്ന വസ്തുത മനസ്സിലാക്കിയ റഹ്മത്തുള്ളാ ഖാസിമി അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ അദ്ദേഹം ഭീകരവാദിയായി, അദ്ദേഹം തെമ്മാടിയായി, അദ്ദേഹം കള്ളനായി. ഇതോരോ പണ്ഡിതന്മാരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ എന്തുകൊണ്ടാണ് വഹാബികൾ ഇത്രത്തോളം വിമർശിക്കുന്നത്? മറ്റു സഹോദര സമസ്തയിലുള്ള പണ്ഡിതന്മാരെ വിമർശിക്കാത്ത ഗൗരവം എന്തുകൊണ്ട്? വഹാബി പ്രസ്ഥാനം
കാന്തപുരം ഉസ്താദിനെ കാണിക്കും. അത് മറ്റൊന്നുമല്ല, വഹാബി പ്രസ്ഥാനത്തിന് എതിരായി, വഹാബി പ്രസ്ഥാനത്തിന്റെ പേക്കൂത്തുകൾക്കെതിരായി, വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി വഹാബി പ്രസ്ഥാനം തീവ്രവാദ പ്രസ്ഥാനമാണ്, ഭീകരവാദ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ ആഞ്ഞടിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയാണ്. അത് BJP ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരുപോലെയാണ്. പ്രത്യേക അടുപ്പമോ പ്രത്യേക വിദ്വേഷമോ പ്രത്യേക സ്നേഹമോ പ്രത്യേക അകൽച്ചയോ ഇല്ല എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോ കാന്തപുരം ഉസ്താദിനെ അവർ വിമർശിക്കാൻ തുടങ്ങി, കാന്തപുരം ഉസ്താദിനെ അവർ ചീത്ത പറയാൻ തുടങ്ങി. ആ ഒരു ചെറിയ മാറ്റം റഹ്മത്തുള്ള ഖാസിമി മൂത്താട് ഉസ്താദിലേക്ക് വന്നപ്പോ അദ്ദേഹത്തെയും അവർ ചീത്ത വിളിക്കാനും തെറിവിളിക്കാനും തുടങ്ങി. മഹാനായ സയ്യിദ് ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും ആ ഒരു മാറ്റം വന്നപ്പോ അതെ അവരെയും ചീത്ത പറയാനും അതുപോലെ തന്നെ വധഭീഷണി അടക്കം മുഴക്കാനും തുടങ്ങി. അതാരാണെന്ന് നിയമപാലകർ കണ്ടെത്തട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായും കണ്ടെത്തിയാൽ അത് ഏത് ഭാഗത്ത് നിന്നാണ് എവിടെ നിന്നാണെന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളത്, ഇപ്പോൾ എന്താണ് പറയുന്നത്, ശംസുൽ ഉലമയുടെ രോമത്തിനില്ല റഹ്മത്തുള്ള ഖാസിമി, അത് ഉറപ്പ് തന്നെയാണ്. ശംസുൽ ഉലമയുടെ രോമത്തിനില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എപ്പോഴാണ് നിങ്ങൾക്ക് ശംസുൽ ഉലമ വലിയ മഹാനായത്? എപ്പോഴാണ് വഹാബികളെ നിങ്ങൾക്ക് ശംസുൽ ഉലമ റഹ്മത്തുള്ള ഖാസിമിയെക്കാളും വലിയ ആളായത്? ഈ ശംസുൽ ഉലമ ഈ ഉസ്താദ്, ആ ശംസുൽ ഉലമ ഈ ഉസ്താദ് കാഫിറാണ്, മുശ്രിക്കാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് ഇന്ന് ഇരുന്നുകൊണ്ടിരിക്കുന്ന പാണക്കാട് സയ്യിദുമാർ അവർ മുഴുവനും വിദഗ്ധത്തിന്റെ അഖിലുകാരാണ്, അവർ ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്നവരാണ്, അവർ മുശ്രിക്കുകളാണ്, അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് എപ്പോഴാ അവരൊക്കെ വലിയ വലിയ ആളുകളായി മാറിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, കമ്മ്യൂണിസം എന്നുള്ളത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം അത് അപകടമല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ കമ്മ്യൂണിസത്തെക്കാൾ അപകടകരമാണ്, കമ്മ്യൂണിസത്തെക്കാൾ അപകടകരമാണ് വഹാബിസം എന്ന വസ്തുത നാം മറന്നുകൂടാ. കാരണം മറ്റൊന്നുമല്ല, കമ്മ്യൂണിസം അപകടകരമാണ് എന്ന് പകൽ വെളിച്ചം പോലെ മുസ്ലിമീങ്ങൾക്കറിയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ്, വഹാബി തീവ്രവാദം, വഹാബിസം, സലഫിസം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ തീവ്രവാദികൾ അവർ അപകടകാരികളാണ് എന്ന വസ്തുത പലർക്കും അറിയില്ല. പല സുന്നി പ്രവർത്തകർക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അറിയില്ല. കാരണം റഹ്മത്തുള്ള ഖാസിമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ ഉഷാറാക്കി പറഞ്ഞ ആളുകളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചില ആളുകളെങ്കിലും അതിന്റെ സത്യമാണെന്ന് ധരിച്ചു കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റേത് അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അകറ്റി നിർത്തുമ്പോൾ ഇതത്ര വലിയ അപകടമൊന്നുമല്ല എന്ന് നമ്മുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അപകടം അത് വഹാബിസം തന്നെയാണ്. കാരണം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു തീവ്രവാദി ജനിക്കുന്നത്, ഒരു ഭീകരവാദി ജനിക്കുന്നത്, ഒരു യുക്തിവാദി ജനിക്കുന്നത്, ഒരു നിരീശ്വരവാദി ജനിക്കുന്നത്, ഒരു മതനിരാസത്തിലേക്ക് പോകുന്നയാൾ ജനിക്കുന്നത്, ഒരു ഖാദിയാനിസത്തിലേക്ക് ഒരുത്തൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ജനിക്കുന്നത് അത് വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് മാത്രമാണ്, വഹാബി ആയിട്ടുള്ളവൻ മാത്രമാണ് എന്നുള്ള വസ്തുത നാം
വിസ്മരിച്ചുകൂടാ. അപ്പൊ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും മതനിരാസത്തിലേക്കും ഖാദിയാനിസത്തിലേക്കും എന്ന് വെക്കേണ്ട എല്ലാ പേച്ച പ്രസ്ഥാനത്തിലേക്കും പോകുന്നത് വഹാബിയായതിനു ശേഷമാണ് എന്ന വസ്തുത നാം മറന്നുകൂടാ. അപ്പൊ എല്ലാ തിന്മകളുടെയും താക്കോല്, എല്ലാ പിഴപ്പിലേക്കും പോകുന്നതിന്റെ താക്കോല് അത് വഹാബി പ്രസ്ഥാനമാണ്. അത് വഹാബി പ്രസ്ഥാനമാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം അയാൾ വഹാബിയാവണം. യുക്തിവാദത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം അയാൾ വഹാബിയാകണം. ചേകനൂരിസത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം അയാൾ വഹാബിയാകണം. എന്നാലേ ഒരാൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനങ്ങളെക്കാളൊക്കെ അപകടകാരികൾ വഹാബി പ്രസ്ഥാനമാണ് എന്ന് റഹ്മത്തുള്ളാഹി ഖാസിമി അടക്കമുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയേണ്ടതും അത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് തെമ്മാടിയായി കഴിഞ്ഞാൽ, ഒരാള് വലിയ പാപം ചെയ്യുന്ന ആളായി കഴിഞ്ഞാൽ അയാൾക്ക് തൗബ ചെയ്യാൻ മനസ്സ് വരും, അതിൽ നിന്ന് മടങ്ങാൻ പിന്തിരിയാൻ മനസ്സ് വരും. എന്നാൽ ഒരാള് പുത്തൻപാട്ടിയായാൽ അതിൽ നിന്നൊരിക്കലും പിന്തിരിഞ്ഞു പോരൂല. അവൻ പിന്തിരിഞ്ഞു പോരൂല. കാരണം അത് വലിയ വിഷമാണ്, പേ പിടിച്ച വിഷമാണ്. പേ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. പേ പിടിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നല്ല അവസ്ഥയിലേക്ക്, ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇന്നുവരെ ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ പേ പിടിച്ചവരെ നന്നാക്കാൻ കഴിയില്ല. പേ പിടിച്ചവരാണ് വഹാബികൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസത്തെക്കാൾ അപകടകാരികളായി വഹാബിസം മാറിയത്. മാത്രവുമല്ല, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുത്തൻവാദിയായാൽ, ആ പുത്തൻവാദിയോട് സഹകരിക്കുന്നവനായാൽ, ആ പുത്തൻവാദിയെ സ്നേഹിക്കുന്നവനായാൽ, ആ പുത്തൻവാദിയോട് എന്തെങ്കിലും സ്നേഹബന്ധം വെച്ചു പുലർത്തുന്നവനായാൽ അവനെ അല്ലാഹുവും ജനങ്ങളും ഔലിയാക്കളും അമ്പിയാക്കളും ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വഹാബിസത്തിൽ അറിയാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ അവർ തിരിച്ചു വരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.